നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ED നടപടി കടുപ്പിക്കുകയാണ്. വീണ വിജയനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ED ഇപ്പോൾ എല്ലാ അന്വേഷണങ്ങളും നടത്തുന്നത്. വീണ വിജയന്റെ മൊഴികളിൽ ഇപ്പോൾ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ മൊഴിയിലെ വൈരുദ്ധ്യം വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. മൂന്നാം തവണയും വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താൻ EDയെ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ്. മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. വീണ വിജയൻ SFIO അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ EDയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞത്. SFIO അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിന് വീണ വിജയൻ ഹാജരായത് അഭിഭാഷകനോടൊപ്പമായിരുന്നു. അഭിഭാഷകനോടൊപ്പം ഇരുന്നു കൊണ്ടാണ് വീണ വിജയൻ SFIOയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. എന്നാൽ EDയുടെ അന്വേഷണത്തിൽ ED ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ അഭിഭാഷകന്റെ സാന്നിധ്യം അനുവദനീയമല്ല. നേരിട്ട് വീണയോട് ED പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു ഉത്തരം. മാത്രമല്ല SFIO അന്വേഷണ സംഘത്തോട് പറഞ്ഞ പല കാര്യങ്ങളും ED അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടില്ല. അതായത് പല കാര്യങ്ങളിലും വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ കഴിഞ്ഞ മാസം 12 ഇടങ്ങളിൽ ED ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡ്, അതിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള വസതിയിൽ നടന്ന റെയ്ഡ്, അവിടെയായിരുന്നു വീണ വിജയൻ ഉണ്ടായിരുന്നത്. റെയ്ഡിനിടെ വീണ വിജയനെ ED സംഘം ചോദ്യം ചെയ്തിരുന്നു. നിർണായകമായ പല ചോദ്യങ്ങളും വീണയോട് അന്നും ചോദിച്ചിരുന്നു. അതിനുശേഷം 2 തവണ ED ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ആദ്യത്തെ തവണ ഏതാണ്ട് 8.5 മണിക്കൂർ ചോദ്യം ചെയ്തൽ നീണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ ഏതാണ്ട് 9 മണിക്കൂറോളം വീണയുടെ ചോദ്യം ചെയ്യൽ നീണ്ടു. അതിനുശേഷമാണ് വീണ്ടും മൂന്നാം തവണയും വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. SFIO വിശദമായ അന്വേഷണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് വിശദമായ അന്വേഷണം ഈ കേസിൽ നടത്തിയത്. ആദായ നികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ് ഈ കേസിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ആദ്യം കണ്ടെത്തുന്നത്. CMRL എക്സാലോജിക്കിന് നൽകിയ കോടികളുടെ ഇടപാട്, ആ കരാറ് വ്യാജമാണെന്നും ഈ പറയുന്ന കോടികളുടെ ഇടപാട് യഥാർത്ഥത്തിൽ CMRLന്റെ ചെലവല്ലെന്നും കോഴപ്പണമായിരിക്കാമെന്നും, അതായത് എക്സാലോജിക് എന്ന കമ്പനിയുടെ ഉടമസ്ഥ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കോഴപ്പണമായിരിക്കാമെന്നാണ് ആദായ നികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പറഞ്ഞു വെച്ചത്. ഇത് മറ്റൊരു ഏജൻസി വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതുപ്രകാരമാണ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രോഡ് ഓഫീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ പോലും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായി. ആദായ നികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് സെറ്റിൽ ചെയ്ത വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സാധ്യമാകുമോ എന്ന് പ്രതികൾ കോടതിയിൽ ചോദ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ കോടതി വ്യവഹാരങ്ങൾ അന്വേഷണത്തെ ഒട്ടനവധി വൈകിപ്പിക്കാൻ കാരണമായി. എന്തായാലും SFIO അന്വേഷണം പൂർത്തിയാക്കുകയും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർണായകമായ മൊഴികളും രേഖകളുമുണ്ട്. അതെല്ലാം EDക്ക് കൈമാറാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. അതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ EDക്ക് എല്ലാ രേഖകളും മൊഴികളും SFIO കൈമാറിയിട്ടുണ്ട്. കോടതി വിധി ഉണ്ടായെങ്കിലും SFIO ഈ രേഖകൾ കൈമാറുന്നതിൽ ചില നിർണായകമായ തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങളെല്ലാം തന്നെ 2 ഏജൻസികളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഒത്തിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷം മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് ED ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ രേഖകൾ പരിശോധിച്ചത്. ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് വീണ വിജയനെ 2ാം വട്ടം ചോദ്യം ചെയ്തത്. അതിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വീണ വിജയന്റെ മൊഴികളിലെ വൈരുദ്ധ്യം വളരെ പ്രകടമായി തന്നെ വ്യക്തമായിട്ടുണ്ട്. അതായത് വീണ വിജയൻ SFIO അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴികൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് EDക്ക് മൊഴി നൽകിയിരിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും, അതായത് വിശദമായി തന്നെ SFIO അന്വേഷണത്തിൽ മറുപടി പറഞ്ഞ അതേ ചോദ്യങ്ങൾ ED 3ാം തവണ ചോദ്യം ചെയ്തപ്പോൾ വീണ വിജയനോട് ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് തനിക്കറിയില്ല എന്നായിരുന്നു EDക്ക് ഉത്തരം ലഭിച്ചത്. ഇതാണ് EDയെ ദുരൂഹതയുടെ പടവുകൾ കയറ്റുന്നത്. വീണ വിജയന് പിന്നാലെ തന്നെ ED സംഘം കറങ്ങി നടക്കുന്നതും അതുകൊണ്ടാണ്. പ്രധാന പ്രതി വീണ വിജയനാണ്. വീണ വിജയനെ കുടുക്കിയേ കഴിയൂ. കാരണം വീണ വിജയൻ കൃത്യമായി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങളാണ് EDയെ ദുരൂഹതയിലേക്ക് തള്ളിവിടുന്നത്. ഈ പറയുന്ന 2.78 കോടി രൂപയുടെ ഇടപാട് അത് ദുരൂഹ ഇടപാടുകളാണ് എന്ന് ED വിലയിരുത്താൻ കാരണം ഈ പറയുന്ന 2 കാരണങ്ങളാണ്.
അതിലൊന്ന് SFIOയോട് പറഞ്ഞ കാര്യങ്ങളല്ല വീണ EDയോട് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഈ എക്സാലോജിക് എന്ന കമ്പനിയുടെ മേൽവിലാസം തന്നെയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വന്നിരുന്നതാണ്. എക്സാലോജിക്കിൻ്റെ ഓഫീസ് വിലാസം മാത്രമാണ് എക്സാലോജിക് സൊല്യൂഷൻസ് ബാംഗ്ലൂർ എന്നുള്ളത്. അതിൻ്റെ സ്ഥിര മേൽവിലാസം AKG സെൻറ്ററിൻ്റെ മേൽവിലാസമാണ്. എങ്ങനെയാണ് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിൽ നടക്കുന്ന കരാർ ഇടപാടുകളിൽ ഈ പറയുന്ന ഒരു കേരളത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഓഫീസിൻ്റെ പേര് സ്ഥിര മേൽവിലാസമായി വരുന്നത്? എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തി കമ്പനി ഉണ്ടാക്കുമ്പോൾ, കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഓഫീസ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എങ്ങനെയാണ് ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സായി മാറുന്നത്? ഇതാണ് EDയെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയം. ഇക്കാര്യത്തിൽ എക്സാലോജിക് എന്ന കമ്പനിയുടെ രൂപീകരണത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടെന്നും സംശയങ്ങളുണ്ടെന്നും ED വിലയിരുത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാധാരണ ഈർക്കിൽ പാർട്ടിയുടെ ഓഫീസല്ല എക്സാലോജിക്കിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്സായി വന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ചെറുകിട പാർട്ടികളുണ്ട്, കുടുംബ പാർട്ടികൾ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് എന്നിങ്ങനെയുള്ള കുടുംബ പാർട്ടികൾ. ഈ കുടുംബ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവിൻ്റെ മകൾക്കോ മകനോ ഒക്കെ ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അഡ്രസ്സായി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ CPMനെ പോലെ ഒരു ബഹുജന സംഘടന എന്ന് അവർ അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി, ഇവിടെ ആരും വ്യക്തിപൂജ ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്ന രാഷ്ട്രീയ പാർട്ടി, പാവങ്ങളുടെയും തൊഴിലാളികളുടെയും പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM, ആ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് ഒരു സ്വകാര്യ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തന്നെ ഒരു നേതാവിൻ്റെ മകൾ രൂപീകരിച്ച അല്ലെങ്കിൽ ആ മകൾ സ്ഥാപിച്ച സ്വകാര്യ കമ്പനിയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സായി മാറി എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരള സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. അത് കേവലം ഒരു രാഷ്ട്രീയ ദുരുപയോഗം എന്നതിനപ്പുറം ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും കുറ്റകൃത്യങ്ങൾക്കുമൊക്കെ ഇത് ദുരുപയോഗം ചെയ്യാനാണ് എന്നാണ് ED ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 2.78 കോടി രൂപയുടെ മാത്രമല്ല മറ്റ് പല ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്ന് ED ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മൊഴികളിൽ ഈ വൈരുദ്ധ്യമുണ്ടാകുന്നത് എന്നാണ് ED വിലയിരുത്തൽ. മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മറ്റൊരു വിലയിരുത്തൽ അനുസരിച്ച് CMRLും പിണറായി വിജയൻ സർക്കാരുമായി ദുരൂഹമായ പല ഇടപാടുകളും നടന്നിട്ടുണ്ട്. 2016, 2021 കാലഘട്ടത്തിലെ പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാരുമായി CMRL ഉണ്ടാക്കിയ ധാരണാപത്രങ്ങളും കരാറുകളും ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളുമെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. സർക്കാരും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളോ ചട്ടലംഘനങ്ങളോ ഉണ്ട് എങ്കിൽ തീർച്ചയായും കോഴപ്പണത്തിൻ്റെ സ്വാധീനമാകും എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് തെളിയിക്കാൻ സാധിക്കും. മാത്രമല്ല വീണ വിജയൻ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നത് തനിക്കറിയില്ല എന്നാണ്. വീണ വിജയന് ഒട്ടും അറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന രീതിയിലാണ് വീണ വിജയൻ മറുപടി നൽകുന്നത്. പല കാര്യങ്ങൾക്കും രേഖകളില്ല, കമ്പനി നേരത്തെ പൂട്ടിപ്പോയതാണെന്നും അതുകൊണ്ട് തന്നെ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നുമാണ് വീണ വിജയൻ മറുപടി പറയുന്നത്. അതോടൊപ്പം തന്നെ അബുദാബിയിലെ തൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും EDയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും വീണ മറച്ചുവെച്ചു. ഇതെല്ലാം ദുരൂഹമായ ഒരു സാഹചര്യത്തിലേക്ക് കേസിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ എന്നത് വെറുമൊരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നും വീണ വിജയൻ ഒരു ബിനാമി മാത്രമാണെന്നും എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടുകൾ അടക്കം എക്സാലോജിക് എന്ന കമ്പനിയുടെ മുഴുവൻ ഇടപാടുകൾക്കും പിന്നിൽ അതിശക്തനായ മറ്റൊരു വ്യക്തിയുണ്ട് എന്ന് ED ഇപ്പോൾ ഏതാണ്ട് വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള ചില സൂചനകളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആര്? അത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണോ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനമാണോ ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് പിന്നിൽ? അല്ല, പിണറായി വിജയൻ്റെ കുടുംബത്തിലെ മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് പിന്നിലുണ്ടോ? ഇതാണ് ED അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഏറെക്കുറെ EDക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനുള്ള തിരക്കിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിൻ്റെ ഭാഗമായിട്ടാണ് റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ നടത്തുന്നത്. 2 പ്രാവശ്യമാണ് വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ
CMRL-ലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ED ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. 9ഓളം ഉദ്യോഗസ്ഥന്മാരോട് ഹാജരാകാനാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7ഓളം ഉദ്യോഗസ്ഥന്മാർ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. ശശിധരൻ കർത്ത, CMRL MD ശശിധരൻ കർത്തയുമായി അന്വേഷണ സംഘം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനെ 2 തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശരത് കർത്തയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്യലിന് മുന്നോടിയായിട്ടുള്ള ചോദ്യം ചെയ്യൽ എന്നാണ് ED വിശദീകരിച്ചത്. മാത്രമല്ല ഈ ശശിധരൻ കർത്തയുടെ മകളെയും ED ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ വളരെ വിശദമായ ചോദ്യം ചെയ്യൽ EDയുടെ പേരിൽ പുരോഗമിക്കുകയാണ്. മാത്രമല്ല ED അന്വേഷണം പോകുന്നത് ഇപ്പോൾ പുതിയൊരു ദിശയിലേക്കാണ് എന്ന് തന്നെ പറയാം. ഏതെങ്കിലും തരത്തിലുള്ള ഷെൽ കമ്പനികൾ ഉണ്ടാക്കി ആ ഷെൽ കമ്പനികളിലൂടെ അനധികൃതമായി പണമിടപാട് നടത്തുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിന് വീണ വിജയൻ മാത്രമല്ല പല പാർട്ടിയിലെയും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിലെയും ഉന്നതന്മാർ ഇതിൽ കുടുങ്ങും, ഈ ഇടപാടുകളിൽ കുടുങ്ങുമെന്നാണ് സൂചന. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ED അതിവേഗം ഈ കാര്യക്രമങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലുകൾ അടക്കം നടക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ എത്രയാണ് കള്ളപ്പണ വ്യാപാരം നടന്നിട്ടുള്ളത്, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുള്ളത് എന്ന വിവരങ്ങൾ ED പുറത്തു വിടും. അത്രയും തുകയുടെ സ്വത്തുവകകൾ പ്രതികളിൽ നിന്നും ED ഈടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ കേസ് വിചാരണയിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഈ മാസപ്പടി കേസിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത്. ഏതാണ്ട് അതിനോട് ആ ഘട്ടത്തിലേക്ക് മാസപ്പടി കേസിൻ്റെ വിചാരണ അടുക്കുകയാണ്. ഈ സമയത്താണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നൽകിയ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന കണ്ടെത്തൽ പുറത്തുവരുന്നത്.